ഹലോ, നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യം നിങ്ങളൊന്ന് കേൾക്ക് കേട്ടോ. ചാടിക്കയറി കമൻറ്റ് ചെയ്യരുത്. നീ ആരോടാ അനുമോളെ പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങളാദ്യം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞോ. അതായത് നിങ്ങൾ എത്ര വേണമെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്തോളൂ, എത്ര വേണമെങ്കിലും അവരെ സ്നേഹിച്ചോളൂ, എത്ര വേണമെങ്കിലും അവരെ സ്നേഹിച്ച് നെഞ്ചിലേറ്റിക്കോളൂ. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണല്ലോ. ഞാനാണെങ്കിലും പല 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 സാഹചര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ഈ കടുത്ത ആരാധകരോട് പറയാനുള്ളത്, അനുമോളേനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോണ്ട് തെറ്റില്ല. പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും കഷ്ടപ്പെട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതത്ര ശരിയായിട്ടുള്ള ഒരു നല്ലൊരു പ്രവണതയല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം? യഥാർത്ഥത്തിൽ നമുക്ക് ഒരാളോട് സിൻസിയർ ആയിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പാളുമ്പോൾ നമ്മളത് ക്രിട്ടിസൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങ് സമ്മതിക്കണം. അല്ലാതെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ വിമർശിക്കുന്ന ആളുകളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോയിട്ട് എന്താണ് പ്രയോജനമുള്ളത്? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്, അല്ലെങ്കിൽ അവനവൻ്റെ വിലയാണ് പോകുന്നത്. മാത്രമല്ല, ഓൾറെഡി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുമോൾക്ക് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിരുന്ന് ന്യായീകരിച്ചിട്ട് ഈ കമൻറ്റ് ബോക്സിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വിരകുമ്പോൾ കുറച്ചും കൂടി അവർക്ക് നെഗറ്റീവ് ആവും എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബുദ്ധിയും വെളിവും ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മുടെ ലലേട്ടൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വലിയ ഡെക്കറേഷനൊന്നും ഉണ്ടായിരുന്നില്ല, അധികം സമയമൊന്നും മൂപ്പര് കളഞ്ഞില്ല, ഡയറക്റ്റായിട്ട് തന്നെ വിഷയത്തിലേക്ക് അങ്ങ് കടന്നു. ആര്യൻ ഗിസൈലുമായി ബന്ധപ്പെട്ടിട്ട് അനുമോളുടെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഹേയ്, എന്തൊക്കെ മേളായിരുന്നു ആ എപ്പിസോഡിൽ. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കായിരുന്നു ചർച്ച. സീരിയസ്ലി ഞാൻ അന്ന് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊരു അരോചകമായിരുന്നു, എന്തൊരു തൊലിഞ്ഞ കണ്ടന്റായിരുന്നു ആ എപ്പിസോഡ് മൊത്തം. അത് നിറച്ചങ്ങ് എല്ലാവരും കൂടിയും കൊണ്ടുപോണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പം ഇന്ന് ലാലേട്ടൻ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കലും ചൂടാവലും പരിപാടികളും ഫയറാവും ഒക്കെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. പക്ഷെ അനുമോള് വീണ്ടും വീണ്ടും കണ്ടു എന്നുള്ള രീതിയിലാണ് ഉറച്ചു നിൽക്കുകയാണ്. അവർ തീരുമാനം മാറ്റുന്നേ ആക്ച്വലി ഇല്ല. അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് എന്താണ്? കണ്ടോ, അനുമോള് എന്താ പറയുക, നിലപാട് മാറ്റുന്നില്ല, ഉറച്ചു നിൽക്കുകയാണ്. ലാലേട്ടൻ വന്ന് ബേജാറാക്കിയപ്പോഴേക്കും അവരങ്ങ് ബേജാറായി ഇതാവും എന്നൊക്കെയാണ് ആളുകൾ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല, അവർ ഉറച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മാസം അടിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്തേ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെ പറയണം. ഇവിടെ ആര്യനും ഗിസയിലും കിസ് ചെയ്തുവോ കിസ് ചെയ്തില്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. വേറെ വിഷയം. അനുമോള് അത് കണ്ടുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആര്യനും ഗിസയിലും കിസ് ചെയ്താൽ എന്ത്, കിസ് ചെയ്തില്ലെങ്കിൽ എന്ത്? അത് നാട്ടുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് അനുമോളനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് കൊടും പാപമായ കാര്യമൊന്നും അല്ല അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തിട്ടില്ല എന്ന് അവർ പറയണു. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയ കൊടും പാപമായ കാര്യമൊന്നുമല്ല. അത് ഇത്ര കൺസേൺഡ് ആയി എടുത്ത് ഇതിങ്ങനെ ഒരു സദാചാരം പറയുന്ന പോലെ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് നീ ഉമ്മ വെച്ചില്ലേ, അത് ഞാൻ കണ്ടല്ലോ, എന്താണ് നിനക്ക് രണ്ടുപേർക്കും ഭാവി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എത്രയും പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു എപ്പിസോഡ് മൊത്തം ഒരു കണ്ടന്റായിട്ട് ചർച്ചയായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അതെന്ത് മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇനിയിപ്പോൾ ഈ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പറയായിരിക്കും, അവർ ക്ലിപ്പ് എടുത്ത് കാണിച്ചില്ല, തെളിയിച്ചില്ല, അത് ഇതെന്നൊക്കെ. എന്താണ് ലാലേട്ടൻ വന്നിട്ട് എന്ത് തെളിയിക്കുന്നത്? അവർ കിസ് ചെയ്തു എന്നാ, അല്ലെങ്കിൽ കിസ് ചെയ്തില്ല എന്നാ ക്ലിപ്പ് വെച്ചിട്ട്? അതിലും വലിയ നാണക്കേട് വേറെ എന്താണ് ആക്ച്വലി ഉണ്ടാവുക? ഈ ഒരു ഷോവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ ആണ് നമ്മൾ, അങ്ങനെയുള്ള ചുറ്റുപാടിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ ഉമ്മ വെച്ചോ ലാലേട്ട, ഞാൻ കണ്ടു ലാലേട്ട, അല്ലെങ്കിൽ എത്ര പേര് കണ്ടു, എന്നാൽ പിന്നെ അതങ്ങ് തെളിയിച്ചേക്കാം. ഇത് എന്തൊരു നാറ്റക്കേസായിരിക്കും. ഓൾറെഡി ആ എപ്പിസോഡ് നാണം കെട്ട ഒരു ലെവലിലേക്ക് പോയി. അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത്, ഇത് അനുമോളിരുന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി പോയി. ഇനി വീണ്ടും കൊണ്ടുവന്നിട്ട് ക്ലിപ്പും പണ്ടാരവും ഒക്കെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇനി വീണ്ടും ഇത് നാറ്റക്കേസ് ആക്കണമായിരുന്ന?
എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അനുമോൾ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അവർ കണ്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഹിയർ ദ ഫാക്ട്, ദ റിയാലിറ്റി ഈസ്, അനുമോൾ മനസ്സിലാക്കേണ്ട കാര്യം, കണ്ടുവോ കണ്ടില്ല മാറ്റി നിർത്തുക. സംഗതി ഞാനത് പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാനതൊരു കണ്ടന്റ് അങ്ങനെ ഒരു ദിവസം മൊത്തം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ലാലേട്ടൻ വന്ന് ചൂടാവുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അനുമോൾ ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ സത്യസന്ധം, ഞാൻ കണ്ടത് വിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സംഗതി നാണക്കേടാവുക എന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഐ ഡോണ്ട് നോ എന്താണ് അനുമോൾ ചിന്തിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോളെ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അവർ ഉമ്മ അനുമോളെ എങ്ങനെ ബാധിക്കണം എന്നുള്ളത് എനിക്ക് എത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഇത്ര കാര്യമായിട്ട് ഉറച്ച് നിൽക്കും കാര്യമില്ല. അത് വിട്ടുകളയുക. അത് എങ്ങനെയെങ്കിലും പണ്ടാരാ മറ്റേ ജഷിനൊക്കെ സോറിയും കോപ്പുമൊക്കെ പറഞ്ഞിട്ട് സൈഡായി. അന്ന് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നവരാ ജിഷ്ണുവൊക്കെ. പക്ഷെ ഇപ്പം കണ്ടില്ലേ, ഒരു വിഷയം വന്നപ്പോഴേക്കും എല്ലാ നൈസിനെ അടിച്ചുപോയി. അതങ്ങനെയാണ്. അനുമോൾ അവിടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അനുമോൾ ഉറച്ചു നിന്നേ പറഞ്ഞിട്ട് കൊടി പിടിക്കുകയായിരിക്കും. പക്ഷേ അവരുടെ നിലനിൽപ്പിനെ തന്നെയാണ് ഇത് ബാധിക്കുക. അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ഇമേജ് തന്നെയാണ് താഴേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സംഗതി ഇത് അവിടെ വിട്ടുകളയേണ്ട ഒരു വിഷയമായിരുന്നു. എങ്ങനെയെങ്കിലും പണ്ടാരം വിട്ടുകളയുക എന്നുള്ളതാണ് അത്. പക്ഷെ അതവിടെ വീണ്ടും ഉറച്ചു നിന്ന് സംഗതി. അപ്പാനിയോട് എനിക്ക് ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പാനി ലാസ്റ്റ് പറഞ്ഞു അനുമോളുടെ അടുത്തിലായി ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാൻ പോകുമ്പോഴും അനുമോൾ ഒരു തരത്തിലും അത് അക്സെപ്റ്റ് ചെയ്യണ ഒരു ലെവലിലേക്കൊന്നും അല്ല ആക്ച്വലി നിൽക്കുന്നത്. അതിൽ എനിക്കറിയില്ല ഇനി എങ്ങനെയാണ് അവരുടെ വരും ദിവസങ്ങളിലുള്ള പോക്ക്, എങ്ങനെയാണ് അവരിത് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ശോകമായി. പിന്നെ മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് മോനെ കയ്യിൽ നിന്ന് പോയത്. അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം അതൊക്കെ ഭയങ്കര എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരിക്കും. അത് വലിയ ലോകപരിചയം ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറയണം, വലിയ ലോകപരിചയമോ അല്ലെങ്കിൽ വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിൽ ഇറങ്ങി നിന്ന് കാര്യങ്ങളെ കാണാതെയും മനസ്സിലാക്കാതെയും ചിന്തിക്കാതെയുള്ള ആളുകൾ മാത്രമേ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എനിക്കൊക്കെ സത്യത്തിൽ ഇപ്പോൾ ഇവർ ഉമ്മ വെച്ചു, അവർ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഉമ്മ വെച്ചതിനെക്കാട്ടിലും മോശമാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി. മറ്റേ കമ്പിളി എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അതുപോലെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്തൊരു ചീപ്പായിട്ടുള്ള കാര്യം അത്, നാണക്കേടല്ലേ? എനിക്കത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയട്ടെ, ആ ദിവസം വരെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ ആ ഒരു സംഗതി, ആ ഒരു എപ്പിസോഡ് കണ്ടോട് കൂടിയിട്ട് എനിക്ക് സത്യത്തിൽ മൊത്തത്തിൽ പോയി. എന്തൊക്കെയാണ് ഇവർ ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് ആക്ച്വലി ഉണ്ടായത്. അപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും കൂടി ചെയ്തപ്പോഴേക്കും കൂടുതൽ വൾഗറായി എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിലും വെച്ചിട്ടില്ലെങ്കിലും അതല്ല ശരിക്കും വൃത്തികേട്. ഇതിവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നതാണ് വൃത്തികേടായത്. സദാചാര പ്രോമാക്സ് ലെവലായി. ഷാനവാദിനെ വെട്ടിച്ച് പോണ അവസ്ഥയിലേക്ക് അനുമോൾ ആക്ച്വലി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുകയോ ചീത്ത വിളിക്കുകയോ എന്തുവാണെങ്കിലും ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെറുതെ വിവരം കെട്ടവന്മാരാണെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുക എന്നല്ലാതെ എനിക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സംഗതി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങ് മിണ്ടാതിരിക്കുക. ഇനി വരും ദിവസങ്ങളിൽ അനുമോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുക. തെറ്റുകൾ പറ്റാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ന്യായമായിട്ട് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളോടാണെങ്കിലും ആളുകൾക്ക് വലിയ കുറ്റമൊന്നും ഉണ്ടാവില്ല. ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തേ ഭയങ്കരമായിട്ട് നിങ്ങളെ പുച്ഛിക്കും. നിങ്ങൾ എന്ത് പേഴ്സണാലിറ്റി ഇല്ലാത്ത മനുഷ്യനാണെന്നുള്ള രീതിയിൽ നിങ്ങളോടും ആക്ച്വലി തോന്നുന്നുള്ളതാണ് എനിക്ക് അന്തമായ ഫാൻസിനോട് പറയാനുള്ളത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വെൽസെഡും കാര്യമായിട്ട് വിമർശിക്കുന്ന സമയത്തൊക്കെ എന്താണ് നീ പോടാ ഊളെ എന്നുള്ള മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ എനിക്കല്ല നിലപാടില്ലാത്തത്, നിങ്ങൾക്ക് ആ നിലപാടില്ലാത്തത്. മനസ്സിലായോ? അവന് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അത് പറയാം, മനസ്സിലായോ? അത് നിങ്ങൾക്കും പറയാം. അതൊരു മാതിരി വൾഗറായിട്ടുള്ള ടോണിലായിരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചുകൊണ്ടായിരിക്കരുത് പരിപാടി നടത്തേണ്ടത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് മൊത്തം അത് കൊണ്ടുപോയല്ലോ. എനിക്ക് ആ പ്രോമോ കണ്ടപ്പോഴേ തോന്നി അത് ലാലേട്ടൻ എല്ലാപ്പോഴും വന്നിട്ട് പ്രോമോയിൽ കണ്ടിട്ട് എന്താണ് എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് പഴം വഴുങ്ങിയ പോലെ ആവണ പോലെ ആയിരിക്കില്ല, അത് കുറച്ച് സീരിയസ് ആണെന്നുള്ളത് അതിനോ എനിക്കറിയാം. ഇതറിയാവുന്ന സംഗതിയാണ്. കാരണം കുറച്ച് വൃത്തിയായിട്ടൊരു ടോപ്പിക്കും ആണല്ലോ അത്. ഒരലമ്പായിട്ടുള്ള ടോപ്പിക്കാണല്ലോ. അതിനെ ആ രീതിയിലല്ലാതെ ഇപ്പോൾ വേറെ എങ്ങനെ ഡീൽ ചെയ്യാനാണ്? എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ കണ്ടില്ലേ എന്നുള്ള ചോദ്യമേ അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
ചൂടായതൊക്കെ അവിടെ കണ്ടോ കണ്ടില്ല എന്നുള്ള ചോദ്യമേ ആവശ്യമില്ലായിരുന്നില്ല. നിങ്ങൾക്ക് നാണമില്ലേ ഇതൊക്കെ ഇരുന്നിട്ട് പറയാൻ? ഇത്രയും വലിയൊരു ഷോ അല്ലേ, ഇതിൻ്റെ അകത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സദാചാരം ലെവലിലൊക്കെ പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളിതൊക്കെ എങ്ങനെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളൊരു ലെവലിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ പുള്ളി ഡീൽ ചെയ്തതും ഓക്കെയാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായി. അധികം ഈ ഒരു ടോപ്പിക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അന്നേ നാണക്കേടായി. അപ്പോൾ ഇന്നും കൂടി അത് കൂടുതൽ അങ്ങോട്ട് ഇതാക്കിയിട്ട് നാണക്കേടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും കഴിഞ്ഞ്, ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ലാലേട്ടൻ വന്നു, കസറയിൽ പോയി, പുള്ളിയുടെ ശബ്ദമൊക്കെ മാറി, ഇടറി ഇതൊക്കെയൊക്കെ പോയി. കാരണം പുള്ളി എന്താണ് ഈ ഇൻസിഡൻറ്റ് 5-6 മിനിറ്റ് വരണ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ പുള്ളിക്ക് പൊളിഞ്ഞതായിരിക്കാം അത്. പുള്ളി ചൂടായി അടിച്ചങ്ങ് വിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ എപ്പിസോഡ്. ഞാൻ വീണ്ടും പറയുന്നത്, അനുമോൾ ഇനിയിപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ മറ്റേ ബിന്നി രണയും ഇന്നലെ ഞാൻ കണ്ടു ഈ ആര്യനും ഗിസയിലും കൈ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സംഭവം. ഓക്കെ, അത് ബിന്നിയും രണയും മോശമായിട്ടുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ബിന്നിക്കും രണയ്ക്കും പോലും ആ ടോപ്പിക്കിൽ ഇങ്ങനെ രണ്ടെണ്ണം കൂടി ഇങ്ങനെ കടന്നിട്ടിരുന്ന് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതും ഒരു ചെറിയ ലെവലിലുള്ള ആവശ്യമില്ലാത്ത ഇടപെടലാണ്. അവർ റിലേഷൻഷിപ്പിൽ ആയാലെന്താ, ആയില്ലെങ്കിൽ എന്താ, ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ, അവർ കൈ പിടിച്ചാലെന്താ, ഇല്ലെങ്കിൽ എന്താ, എന്തിന് അവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇതൊക്കെ കൈ പിടിച്ചെണ്ണ അത് ഇതൊക്കെ പറഞ്ഞിരുന്ന് രണയും പിന്നെയും കൂടി ഇരുന്ന് തമ്മിൽ ഒരേ ഡിസ്കഷൻ. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ശരി, ഇത് വേണ്ടാത്ത പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവരും പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ആവശ്യമില്ലാത്ത ടോപ്പിക്കാ. പിന്നെ മസ്താനി അടുത്തത്, അവര് എന്തവർക്ക് പറ്റിയത്, എന്തവരുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നില്ല. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഉള്ളിൽ പോയി പറയുക, എന്തോ ഒരു പക തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് കണ്ടിട്ട് ഉള്ളിൽ കയറിയിട്ട് എന്തോ പക തീർക്കണ പോലെയാണ് എനിക്ക് തോന്നണേ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നാളേക്ക് കിട്ടും തോന്നുന്നു. മിക്കവാറും മസ്താനിക്ക് നാളെ കുറച്ചും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്, കാര്യമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഒരു ദിവസത്തെ എപ്പിസോഡല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നാളെ വരാൻ കിടക്കുന്നുണ്ടല്ലോ. അപ്പം നോക്കാം എന്തായാലും. അങ്ങനെ അപ്പാനി ശരത്ത് ടാറ്റ ബൈ ബൈ സി യു എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഒന്നും ആയിരുന്നില്ല, എക്സ്പെക്റ്റഡ് തന്നെ ആയിരുന്നു. വോട്ട് തീരെ ഉണ്ടായിരുന്നില്ലേ പുള്ളിക്ക്. പിന്നെ രേണു പോയി. രേണുവിൻ്റെ കാര്യമൊക്കെ ഞാൻ എന്താ പറയുക, കഷ്ടം. ഞാനൊക്കെ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ അനാവശ്യമായിട്ട് വെയിറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് മെഴുകിയിട്ട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തുലച്ചിട്ട് വെളിയിൽ പോകുന്ന ആൾക്കാരോട് ഒരു സിമ്പതി എനിക്ക് തോന്നുന്നില്ല. എത്ര ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അതിൽ കിട്ടിയിട്ട് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം അവിടെ നിന്ന് പോയി. അതൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ നാളെ ശൈത്യ പോവോ എന്തോ. ശരി.